ഹലോ എവ്രി വൺ, എൻ്റെ പേര് റന്ന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ട്. വൈ ഇസ് ഫുഡ് നെസസറി ഫോർ എസ്? നമ്മുടെ ബോഡിയിൽ വാരിയസ് ആക്ടിവിറ്റീസും ബോഡിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റും ഒക്കെ പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂട്രിയൻസ് വേണം. ഈ ന്യൂട്രിയൻസിന് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഫുഡിൻ്റെ ഫങ്ഷൻ. സോ 6 ന്യൂട്രിയൻസ് ആണ് നമ്മുടെ ബോഡിക്ക് റിക്വയർഡ് ആയിട്ടുള്ളത്. ആൻഡ് ദേ ആർ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റമിൻസ്, മിനറൽസ് ആൻഡ് വാട്ടർ. ഇനി ഏതൊക്കെ ഫുഡ് ഐറ്റംസിലാണ് ഈ ന്യൂട്രിയൻസ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ കാർബോഹൈഡ്രേറ്റ്സ് എന്തിലൊക്കെയാണ് ഉള്ളത്? നമ്മൾ കഴിക്കുന്ന ചോറ്, ചപ്പാത്തി, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇവയിലൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് നമുക്ക് ലഭിക്കുന്നത് പയറുവർഗ്ഗങ്ങൾ, അതുപോലെ പാല്, മുട്ട, മീൻ, ഇറച്ചി എന്നിവയിലൊക്കെയാണ്. നെക്സ്റ്റ് ഫാറ്റ്സ്. ഫാറ്റ്സ് ആർ പ്രസന്റ് ഇൻ ഓയിൽ സീഡ്സ്, മീറ്റ്, മിൽക്ക് ആൻഡ് എഗ്. നെക്സ്റ്റ് 2 ന്യൂട്രിയൻസ് ആണ് വിറ്റമിൻസ് ആൻഡ് മിനറൽസ്. വിറ്റമിൻസും മിനറൽസും നമ്മുടെ ബോഡിക്ക് മിനിമം എമൗണ്ട് മാത്രം മതി. ആൻഡ് ദ വിറ്റമിൻസ് ആർ പ്രസന്റ് ഇൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മിൽക്ക് ആൻഡ് എഗ്. Whereas minerals are present in leafy vegetables, fish, milk and egg. Next one is water. About 2 liters of water is required by our body every day. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് എന്തൊരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തൊരു ആക്ടിവിറ്റി നടക്കണമെങ്കിലും നമുക്ക് എനർജി വേണം. ഈ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂട്രിയൻ്റ് ആണ് കാർബോഹൈഡ്രേറ്റ്. നെക്സ്റ്റ് നമുക്ക് പ്രോട്ടീൻസ് നോക്കാം. പ്രോട്ടീൻസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ദേ ഹെൽപ്പ് ഇൻ ബോഡി ബിൽഡിംഗ്. ഓക്കെ, അതായത് നമ്മുടെ ബോഡിയുടെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ. നെക്സ്റ്റ് വൺ ഫാറ്റ്. ഫാറ്റിനും കാർബോഹൈഡ്രേറ്റിൻ്റെ സെയിം ഫങ്ഷൻ തന്നെയാണ്. ദി പ്രൊവൈഡ് എനർജി ടു അവർ ബോഡി. നെക്സ്റ്റ് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ആണ് വിറ്റമിൻസ് ആൻഡ് മിനറൽസ്. നെക്സ്റ്റ് വൺ ഈസ് വാട്ടർ. നമ്മുടെ ബോഡിയിൽ ഒരുപാട് മെറ്റബോളിസം നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ മീഡിയം വാട്ടർ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. സോ നമുക്ക് ഒന്നുകൂടെ നോക്കാം. കാർബോഹൈഡ്രേറ്റ്സ് പ്രൊവൈഡ് എനർജി. Proteins are the body building nutrients. Fat also provide energy. Vitamins and minerals helps and regulates the physiological activities, whereas water facilitate the physiological activities. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഈ ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഫോംസിലാണ് കിട്ടുന്നത്. നമ്മുടെ ബോഡിക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിമ്പിൾ ഫോംസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യണം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്നത്. സോ ഡൈജഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ടു സിമ്പിൾ ആൻഡ് അബ്സോർബിൾ ഫോംസ്. അപ്പോൾ ഡൈജഷൻ എന്ന പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ ഒരു ഓർഗൻ സിസ്റ്റം തന്നെയുണ്ട്. ആൻഡ് ഇറ്റ്സ് കോൾഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം. നമുക്ക് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് പാർട്ട് നമുക്കറിയാം, ഇറ്റ്സ് മൗത്ത്. മൗത്ത് നേരെ ഓപ്പൺ ചെയ്യുന്നത് എങ്ങോട്ടാണ്? into the esophagus. അതായത് esophagus is a long tube which extends from the mouth into the stomach which is in the abdomen. Okay, അപ്പോൾ നമ്മുടെ ചെസ്റ്റിലൂടെ അബ്ഡോമനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന about 25 centimeter ലോങ് ട്യൂബാണ് ഈസോഫാഗസ്. നെക്സ്റ്റ് സ്റ്റൊമക്ക്. ഈ ജെ ഷേപ്ഡ് ബാഗാണ് സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. സ്റ്റൊമക്ക് ഓപ്പൺ ചെയ്യുന്നത് എങ്ങോട്ടാണ്? into this coiled structure. It is called small intestine, and the small intestine opens into large intestine, which opens into rectum, and the rectum opens outside through the anus. Okay, നമ്മൾ ഫാരിങ്സ് എന്നൊരു പാർട്ട് കൂടെ ഉണ്ട് ഇവിടെ. ഓക്കെ, നമ്മുടെ നേസൽ ക്യാവിറ്റി ഇവിടെ വന്നിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്, ആൻഡ് താഴെ നമ്മുടെ മൗത്ത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ ജംഗ്ഷൻ, അതായത് നേസൽ ക്യാവിറ്റിൻ്റെയും മൗത്തിൻ്റെയും ഉള്ളിലെ ജംഗ്ഷനെയാണ് നമ്മൾ ഫാരിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വൺസ് അഗൈൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സ് നമ്മൾ ഓർഡറിൽ പറയാണ്. Therefore, the first one is mouth, then comes the pharynx, then the long tube esophagus, then the J-shaped bag called the stomach, then coiled structure called small intestine, which opens into large intestine. Finally, the large intestine opens into rectum, and the rectum opens outside through the anus. Okay, അപ്പോൾ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ സീക്വൻഷ്യൽ ആയിട്ട് എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് നമ്മൾ ഫുഡ് എടുത്ത് വായിൽ വെക്കും. സോ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻജഷൻ എന്ന് പറയുന്നത്. ദി പ്രോസസ് ഓഫ് ഇൻടേക്ക് ഓഫ് ഫുഡ് ഇസ് കോൾഡ് ഇൻജഷൻ. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? ഫുഡിനെ നമ്മൾ വായിൽ ചവയ്ക്കും. ഓക്കെ, അപ്പോൾ ദി പ്രോസസ് ഓഫ് ഗ്രൈൻഡിങ് ഓർ ചൂയിങ് ദ ഫുഡ് ഇസ് കോൾഡ് മാസ്റ്റിക്കേഷൻ. നെക്സ്റ്റ് നമ്മൾ അതിനെ സ്വാലോ ചെയ്യും, ആൻഡ് അത് സ്റ്റൊമക്കിൽ എത്തിയാൽ പിന്നെ അതിന് ഡൈജഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ദി പ്രോസസ് ഓഫ്
conversion of complex food materials into simple absorbable forms is called digestion. നെക്സ്റ്റ് ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് ഈ ന്യൂട്രിയൻസിനെയൊക്കെ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യും. ആ പ്രോസസ്സാണ് എന്ത്? അബ്സോർപ്ഷൻ. ഓക്കെ. നെക്സ്റ്റ് ഫൈനലി എന്താ? ഡൈജഷൻ ഒക്കെ നടന്ന് അബ്സോർപ്ഷൻ നടന്ന് കഴിഞ്ഞാൽ വേസ്റ്റ് മെറ്റീരിയൽസിനെ നമ്മുടെ ബോഡിക്ക് പുറന്തള്ളണം. ആ പ്രോസസ്സാണ് ഡെഫിക്കേഷൻ. ദ പ്രോസസ് ഓഫ് ejection of waste materials from our body through the anus is called defecation. So the processes are ingestion, mastication, digestion, absorption and defecation. Okay. ഇനി നമ്മൾ ഓരോരോ പാർട്സിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. സോ ഫസ്റ്റ് വൺ ഈസ് മൗത്ത്. മൗത്തിൽ ഡൈജഷന് ഹെൽപ്പ് ചെയ്യാൻ എന്തൊക്കെയാണുള്ളത്? ദർ ആർ ടീത്ത്, ടങ് ആൻഡ് സലൈവ. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ടീത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ എല്ലാ ടീത്തും ഒരുപോലെയാണോ? അല്ല. നമ്മുടെ ഫ്രണ്ടിലുള്ള ടീത്ത് ഡിഫറെൻ്റ് ആണ്, എന്നാൽ ഉള്ളിലോട്ട് പോകുന്നതോറും ബാക്കിലുള്ള ടീത്തും ഡിഫറെൻ്റ് ആണ്. ഓക്കെ. നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഒരു അഡൽട്ട് മൗത്തിൽ ദർ ആർ 32 ടീത്ത്. അതേസമയം നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് അത്രയും ടീത്ത് ഇല്ലല്ലോ. നമ്മൾ ജനിക്കുമ്പോഴുള്ള ടീത്തിനെയാണ് നമ്മൾ മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് പിന്നെ അത് നമ്മുടെ വായിൽ നിന്ന് പറഞ്ഞു പോവും ആൻഡ് പുതിയ ടീത്ത് വരും. ആൻഡ് ദേ ആർ കോൾഡ് പെർമനൻറ്റ് ടീത്ത്. ഓക്കെ. സോ മിൽക്ക് ടീത്ത് ആകുമ്പോൾ അത് 20 നമ്പറിലേ അത് ഉണ്ടാവുള്ളൂ. ദ മിൽക്ക് ടീത്ത് ആർ 20 ഇൻ നമ്പർ, വെറാസ് അഡൽട്ടിലുള്ള പെർമനൻറ്റ് ടീത്ത് ആർ 32 ഇൻ നമ്പർ. ഓക്കെ. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ഏതൊക്കെയാണെന്ന് പറയാം. സോ ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു ലോവർ ജോ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൽ 1/2 എടുത്തു. ഓക്കെ. അതിലുള്ള ഈ 2 ടീത്ത്, അതായത് ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന 2 ടീത്ത്, ടോട്ടൽ നോക്കുമ്പോൾ ലോവർ 4 ആൻഡ് അപ്പർ 4, ആ ടീത്തിനെയാണ് നമ്മൾ ഇൻസിസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് കുറച്ച് പോയിന്റഡ് ആയിട്ടുള്ള ഒരു ടൂത്ത് ഉണ്ട്, അതിനെയാണ് നമ്മൾ കെനൈൻ എന്ന് പറയാം. ഓക്കെ. നെക്സ്റ്റ് പിന്നെ നമുക്കുള്ളത് എന്താ? ഫ്ലാറ്റ് ആയിട്ടുള്ള ടീത്താണ്. അതിൽ ഫസ്റ്റിൽ വരുന്ന 2 ടീത്ത്, ഓക്കെ, അവയാണ് നമ്മൾ പ്രീമോളാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റിൽ വരുന്ന 3 ടീത്ത്, ഓക്കെ, അതിനെയാണ് നമ്മൾ മൊളാസ് എന്ന് പറയുന്നത്. ഇനി നമുക്കിപ്പോൾ നമ്മുടെ പല്ല് പറഞ്ഞു പോകുന്നത് നമുക്കറിയാൻ പറ്റും. നമ്മുടെ ടീത്ത് എങ്ങനെയാണ്? നമ്മുടെ ജോയിൽ ഒരു ക്യാവിറ്റിയിലാണ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ക്യാവിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോക്കറ്റ് ഓഫ് ദ ജോ. യു ക്യാൻ സീ ഇൻ ദിസ് പിക്ചർ, ദിസ് ഈസ് ദ സോക്കറ്റ് ഓഫ് ദ ജോ. ഓക്കെ. നമുക്ക് ഈ ഡിഫറെൻറ്റ് ടീത്ത്, നമ്മളിപ്പോൾ 4 ടൈപ്പ് ടീത്ത് ഉണ്ടെന്ന് പഠിച്ചു. അതിൻ്റെ ഒക്കെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ കഴിക്കുന്നത്. സപ്പോസ് നമ്മളൊരു ചോക്ലേറ്റ് അല്ലെങ്കിൽ നമ്മളൊരു ബനാന കഴിക്കുകയാണ്. ഓക്കെ. സോ നമ്മൾ എങ്ങനെയാണ് കഴിക്കുക? നമ്മൾ ഈ ഫ്രണ്ടിലുള്ള പല്ലുകൊണ്ട് അതിനെ കടിക്കും ആൻഡ് അത് വായിലേക്ക് വെച്ചു. ഓക്കെ. അപ്പോൾ നമ്മൾ ഇൻസിസേഴ്സ് ആണ് അതിന് യൂസ് ചെയ്യുക. അപ്പോൾ ഇൻസിസേഴ്സ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ദ ഹെൽപ്സ് ടു ബൈറ്റ് ആൻഡ് കട്ട് ദ ഫുഡ്. ഓക്കെ. നെക്സ്റ്റ് നമ്മളൊരു ചിക്കൻ കഴിക്കുകയെന്ന് വിചാരിക്കുക. അതെന്ത് ചെയ്യും? നമ്മൾ അതിനെ ഈ സൈഡിൽ, അതായത് കെനൈൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ കടിക്കുന്നത്. ഓക്കെ. സോ കെനൈൻസ് ഹെൽപ്സ്, കടിച്ച് കീറുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ കെനൈൻസ് ഹെൽപ്സ് ഇൻ ദ ടിയറിങ് ഓഫ് ദ ഫുഡ്. നെക്സ്റ്റ് പ്രീമോളാസ് ആൻഡ് മൊളാസ്. ഇപ്പോൾ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ അതിനെ ഡയറക്റ്റ് വായിലോട്ട് വെച്ചിട്ട് അതിനെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ചവയ്ക്കുന്നത്. സോ പ്രീമോളാസ് ആൻഡ് മൊളാസ് ഹെൽപ്സ് ഇൻ ദ ഗ്രൈൻഡിങ് ഓർ chewing of the food. Once again, incisors helps in biting and cutting of the food. Canines helps in tearing of the food. Premolars and molars helps in grinding or chewing of the food. Okay. ഇപ്പോൾ നമ്മൾ എക്സ്റ്റേണലി നമ്മൾ കണ്ടു നമ്മുടെ ഓരോ ടീത്തും എന്താണ്? ഡിഫറെൻ്റ് ആണ്. നമുക്ക് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ഉണ്ട് എന്ന് പറഞ്ഞു എക്സ്റ്റേണലി നമ്മൾ നോക്കുമ്പോൾ. പക്ഷേ നമ്മൾ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദ ടീത്ത് നോക്കിക്കഴിഞ്ഞാൽ all of them have same structure. Okay. അപ്പോൾ നമുക്കുള്ള ഒരു കെനൈനിൻ്റെയും അതുപോലെ ഒരു മൊളാറിൻ്റെയും പിക്ചേഴ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കെനൈൻ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഒരു പല്ല് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. ദ പാർട്ട് വിച്ച് ഈസ് സീൻ ഔട്ട്സൈഡ് ഇസ് കോൾഡ് ക്രൗൺ. അതായത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ കാണുന്ന വൈറ്റ് കളേർഡ് പാർട്ട്, അതിനെയാണ് നമ്മൾ ക്രൗൺ എന്ന് പറയുന്നത്. സോ ദ പാർട്ട് ഞാനിവിടെ കാണിക്കുന്നത്, ഇതിൻ്റെ മുകളിലോട്ടുള്ള ഈ പാർട്ടിനെയാണ് നമ്മൾ ക്രൗൺ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് നെക്ക്. അതായത് ക്രൗണിൻ്റെ താഴെ ഉള്ള ഈ പാർട്ടിനെയാണ് നമ്മൾ നെക്ക് എന്ന് പറയുന്നത്. ആൻഡ് റൂട്ട് ഈസ് ദ പാർട്ട് വിച്ച് ഈസ് എംബഡഡ് ഡീപ്പ് ഇൻ ടു ദ സോക്കറ്റ്. ഈ പാർട്ടിനെയാണ് നമ്മൾ റൂട്ട് എന്ന് പറയുന്നത്. സോ ദർ ആർ 3 പാർട്സ്: ക്രൗൺ, നെക്ക് ആൻഡ് റൂട്ട്. ഓക്കെ. നമ്മൾ മൊളാർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ this much part, the part above this is called crown, this middle portion is called the neck, and the part which is deep into the socket is called root. Okay. ഇനി നമുക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് പഠിക്കാം. ഓക്കെ.
സോ നമ്മൾ ഈ കാണുന്ന വൈറ്റ് കളേർഡ് സബ്സ്റ്റൻസ്, നമ്മുടെ പല്ലിന്റെ പുറമേ കാണുന്ന വൈറ്റ് കളേർഡ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇനാമൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ ദിസ് പാർട്ട് ഇസ് ദ ഇനാമൽ. ഓക്കെ, ഇനാമൽ ഇസ് വൈറ്റ് ഇൻ കളർ. ഇറ്റ് ഇസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ആൻഡ് ഡെഡ് ടിഷ്യൂ. ഹാർഡസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെ ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഇനാമൽ. ഓക്കെ, നെക്സ്റ്റ് ഈ യെല്ലോ കളേർഡ് സബ്സ്റ്റൻസ് കാണാം. യെല്ലോ കളേർഡ് പാർട്ട് വിച്ച് ഫോംസ് ദ സബ്സ്റ്റൻസ് ഓഫ് ദ teeth is called dentine. Okay, so dentine is the living tissue which forms the teeth. Okay, ഇനി ഡെൻഡൈൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ this red colored area is called pulp of the teeth. Okay, അപ്പോൾ ഈ പൾപ്പിലെ ഈ ക്യാവിറ്റിയിൽ എന്തൊക്കെയാണുള്ളത്? It contains the blood vessels, nerves and lymph ducts. Okay, and ഇതൊക്കെ എംബഡ് ചെയ്തിട്ടുള്ളത് സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂലാണ്. സോ ദ പൾപ്പ് നമുക്ക് നോക്കിയാൽ ഇവിടെ സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ സീൻ ഇൻ ദ പൾപ്പ് ക്യാവിറ്റി, ബ്ലഡ് വെസൽസ്, ലിംഫ് ഡക്ട്സ് ആൻഡ് നെർവ് ഫൈബേഴ്സ് ആർ ഓൾസോ സീൻ. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഈ പാർട്ട്, അതായത് ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ പാർട്ടിനെയാണ് നമ്മൾ സിമെന്റം എന്ന് പറയുന്നത്. സോ സിമെന്റം എന്താണ്? സിമെന്റം ഇസ് ദ കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ വിച്ച് അറ്റാച്ചസ് ഓർ വിച്ച് ഹോൾഡ്സ് ദ ടൂത്ത് ഇൻ ടു ദ സോക്കറ്റ് ഓഫ് ദ ഗം. അതായത് നമ്മുടെ പല്ലിനെ സോക്കറ്റിലോട്ട് അറ്റാച്ച് ചെയ്ത് നിർത്തുന്ന ആ പാർട്ടിനെയാണ് നമ്മൾ സിമെന്റം എന്ന് പറയുന്നത്. സിമെന്റം ഇസ് ദ കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഹോൾഡ്സ് ദ ടൂത്ത് ഇൻ ദ സോക്കറ്റ് ഓഫ് ദ ഗം. സോ നമ്മൾ പറഞ്ഞു, നമുക്ക് ആദ്യം അതിന് ക്രൗൺ, നെക്ക്, റൂട്ട് എന്നിങ്ങനെ 3 പാർട്ടായിട്ട് പറയാം. ദെൻ നമുക്ക് അതിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഇറ്റ് ഹാസ് ഇനാമൽ വിച്ച് ഇസ് ദ ഔട്ടർ പോർഷൻ വിച്ച് ഇസ് വൈറ്റ് ഇൻ കളർ. ഇറ്റ് ഈസ് എ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ അവർ ബോഡി ആൻഡ് ഇറ്റ് ഈസ് ഡെഡ് ടിഷ്യൂ. Next one is dentine. It is the living tissue which forms the tooth, and inner to it is the pulp which contains soft tissue, soft connective tissue, and blood vessels, lymph vessels, and nerves are embedded in it. And cementum is the part which attaches teeth into the socket of the gum. Okay. Now we are moving into saliva. So when we think about some food, some tasty food, our mouth will be watered. Okay, there will be watering in our mouth. അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്? സലൈവ. സോ ഈ സലൈവ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സലൈവ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ മൗത്തിൽ 3 സലൈവറി ഗ്ലാൻഡ്സ്, 3 pairs of salivary glands are seen in our mouth. Okay, so അവരുടെ പേര് ജസ്റ്റ് പറയാം. There are 1 pair of parotid gland, 1 pair of submandibular glands and 1 pair of sublingual glands. The parotid glands are present in this region. The submandibular gland is present in the നമ്മുടെ ഈ മൗത്തിന്റെ അപ്പർ ജോയും ലോവർ ജോയും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ആംഗിൾ ഇല്ലേ, ഈ ആംഗിളിന് അവിടെയാണ് സബ്മാൻഡിബുലർ ഗ്ലാൻഡ് ഉള്ളത്. ആൻഡ് സബ്ലിംഗ്വൽ ഗ്ലാൻഡ് ഉള്ളത് നമ്മുടെ നാവിന്റെ താഴെയായിട്ടാണ്. ഓക്കെ, ഇനി നമുക്കറിയാം സലൈവ എന്താ, ഒരു സ്ലൈമി ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് അല്ലെ. അപ്പോൾ സലൈവയിലുള്ള മ്യൂക്കസ് ആണ് അതിന് കാരണം. മ്യൂക്കസ് ആണ് നമ്മുടെ ഫുഡ് നമ്മൾ വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എന്താ, ഒരു സ്ലൈമി ആയിട്ടാണ് ഇരിക്കുന്നത്. ആ മ്യൂക്കസ് ആണ് ഇതിനെ സ്ലൈമി ആക്കിയിട്ട് മാറ്റുന്നത്. പിന്നെ സലൈവയുടെ കണ്ടന്റ് ആയിട്ട് വരുന്നതാണ് 2 എൻസൈംസ്. ദേ ആർ ലൈസോസൈംസ് ആൻഡ് സലൈവറി അമൈലേസ്. ലൈസോസൈംസ് എന്താ, നമ്മൾ കഴിച്ച ഫുഡിൽ എന്തെങ്കിലും ജേംസോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ലൈസോസൈം. And the next one is salivary amylase. ഈ അമൈലേസ് എന്ന് വെച്ചാൽ അതെപ്പോഴും കാർബോഹൈഡ്രേറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. സോ സലൈവറി അമൈലേസ് എന്ന് വെച്ചാൽ സലൈവയിലുള്ള അമൈലേസ്. സോ സലൈവറി അമൈലേസ് എന്താ ചെയ്യുന്നത്, സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. സ്റ്റാർച്ച് എന്താ, സ്റ്റാർച്ച് ഇസ് എ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്. ദ സ്റ്റാർച്ച് ഇസ് കൺവേർട്ടഡ് ഇൻ ടു മാൾട്ടോസ് ബൈ സലൈവറി അമൈലേസ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. ചാപ്റ്ററിന്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇത്ര പഠിച്ച ടോപ്പിക്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, വിച്ച് ടീത്ത് ആർ നോട്ട് പ്രസന്റ് ഇൻ ദ ജോസ് ഓഫ് ലിറ്റിൽ ചൈൽഡ്. നമ്മൾ പഠിച്ചു ഒരു ലിറ്റിൽ ചൈൽഡിന്റെ വായിൽ എത്ര പല്ലാണുള്ളത്. ദർ ആർ 20 teeth in the mouth of a little child, and അഡൽസിന്റെ വായിൽ 32 teeth ഉണ്ട്. സോ ഇതിൽ ഏത് ടീത്താണ് ഒരു ചൈൽഡിന്റെ വായിൽ ഇല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിൽ നമുക്ക് കെനൈൻ, പ്രീമോളാസ്, മോളാസ് ആൻഡ് ഇൻസിസേഴ്സ് ഉണ്ട്. സോ ആൻസർ ഈസ് പ്രീമോളാസ്. ഓക്കെ, അതായത് നമ്മൾ ഒരു ചെറിയ കുട്ടിയുടെ വായിൽ നോക്കിക്കഴിഞ്ഞാൽ ദർ വിൽ ബി 2 ഇൻസിസേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാഫ് കൺസിഡർ ചെയ്താൽ, ഒരു ജോയിൽ ഹാഫ് കൺസിഡർ ചെയ്താൽ ദർ വിൽ ബി 2 ഇൻസിസേഴ്സ്, ദർ വിൽ ബി 1 കെനൈൻ, ദർ വിൽ ബി നോ പ്രീമോളാസ് ആൻഡ് ദർ വിൽ ബി 2 മോളാസ്. ഓക്കെ,
2 incisors, 1 canine, 0 premolars, and 2 molars. Okay. So the answer for this question is premolar. Next question. Name the hardest material present in the body. The options given are dentine, pulp, enamel, none of the above. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. Enamel is the hardest substance present in our body. Okay. The next question. Process of intake of food is called. Options are assimilation, defecation, mastication, ingestion. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ആൻസർ ഈസ് ഇൻജഷൻ. അപ്പോൾ ഈ ഓരോ പ്രോസസ്സും എന്താണ്? ഇൻജഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻടേക്ക് ഓഫ് ഫുഡ്. മാസ്റ്റിക്കേഷൻ എന്താ? മാസ്റ്റിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് grinding or chewing of the food. Defecation is the process of ejection of the waste materials out of the body, and assimilation is the other word for absorption. Okay, അതായത് നമ്മുടെ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫുഡിനെ നമ്മുടെ ബോഡി ബ്ലഡിലോട്ട് അല്ലെങ്കിൽ ലിംഫിലോട്ട്, ഇത് നമ്മൾ പിന്നെ പഠിക്കും, ബ്ലഡിലോട്ട് അബ്സോർവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. സോ പ്രോസസ് ഓഫ് ഇൻടേക്ക് ഓഫ് ഫുഡ് ഇസ് കോൾഡ് ഓപ്ഷൻ ഡി, ingestion. Next question. Which among the following is a content of saliva? Water, enzymes, mucus, all of the above. Answer is all of the above. നമ്മൾ പറഞ്ഞു mucus in the saliva is the substance which makes the food slimy. Enzymes ഏതൊക്കെയാണുള്ളത് സലൈവയിൽ? They are lysozymes and salivary amylase. And ഇതിൽ വാട്ടർ, മോർ ദാൻ 90% ഓഫ് സലൈവ എന്ന് പറയുന്നത് വാട്ടർ ആണ്. സോ ദ ആൻസർ ഈസ് all of the above. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫസ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് ന്യൂട്രിയൻസ്, ദെൻ വി സ്റ്റഡീഡ് ഇറ്റ്സ് ഫങ്ഷൻസ് ആൻഡ് ഇറ്റ്സ് സോഴ്സസ്. പിന്നെ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ദെൻ ദ പ്രോസസ് ദറ്റ് ഒക്കേഴ്സ്, ദ സീക്വൻഷ്യൽ പ്രോസസ് ദറ്റ് ഒക്കേഴ്സ് ഇൻ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഫുഡ് ഇൻ ദ മൗത്ത്, അതായത് നമ്മൾ ടീത്ത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് പഠിച്ചു, ടീത്തിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ പഠിച്ചു, സലൈവയിലുള്ള കണ്ടൻസ് ഒക്കെ പഠിച്ചു. ഓക്കെ, ചാപ്റ്ററിൻ്റെ ബാക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.